ഈ പല കുടുംബത്തിലെയും ബന്ധങ്ങൾ തകർന്നു പോകാനുള്ള റിലേഷൻഷിപ്പിന് മങ്ങലേൽക്കുന്നത് ഈ പറയുന്ന 5 കാര്യങ്ങൾ ഇല്ലാതെ പോകുമ്പോഴാണ്. എന്താണ് ഈ 5 കാര്യങ്ങൾ എന്നറിയാം, നോക്കാം നമുക്ക്. ഒന്നാമത്തത് വേർഡ്സ് ഓഫ് അഫർമേഷൻ അല്ലെ. ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു താങ്ക്സ് പറയുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു നല്ലൊരു കറിയൊക്കെ ഉണ്ടാക്കി തന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നമ്മുടെ വൈഫ് ഉണ്ടാക്കി തന്നാൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു താങ്ക്സ് അവരുടെ അടുത്ത് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ വൈഫ് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതൊന്ന് കണ്ടേ നമുക്ക് പറയാം, ഈ കളർ എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര പ്രിറ്റി ആയിട്ടുണ്ട്, ഈ ഡ്രസ്സ് നല്ല രസമുണ്ടെന്ന് എനിക്ക് ഇട്ടിട്ട് കാണാൻ. അതുപോലത്തെ കാര്യങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്തും പറയാം, ഭർത്താവിന് ഭാര്യയുടെ അടുത്തും പറയാം. ഒരു ഐ ലവ് യു ഒക്കെ പറയുന്നത് കൊണ്ട് എന്താ തെറ്റുള്ളത്, ഭാര്യയുടെ അടുത്തല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാന്നുള്ളതാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ രണ്ടാമതാണ് മനസ്സിലാക്കേണ്ടത് ആക്ട് ഓഫ് സർവീസ് എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഭാര്യ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അവർ കിച്ചണിൽ എന്തെങ്കിലും പാചകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയി വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. ഇനിയിപ്പം അത് ഭർത്താവാണെങ്കിലും ഭാര്യയ്ക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭർത്താവിനെയും ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്യാം. ഒരു ആക്ട് ഓഫ് സർവീസ് അല്ലേ. ഇപ്പൊ നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ നമ്മൾ ബെഡൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് മൊബൈൽ കളിക്കുന്നതിന് പകരം 2 പില്ലോന്റെ കവറൊക്കെ എടുത്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇതാണ് ആക്ട് ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് റിസീവിങ് ഗിഫ്റ്റ് ആണ് അല്ലെ. ഈ റിസീവിങ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് വലിയ വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഭാര്യമാർ ഹാപ്പി ആവുന്നത് വിചാരിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. അവർക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു പൈസ ഉണ്ട്, ഒരു കാൻഡിയോ ഒരു ചോക്ലേറ്റോ സ്വീറ്റ്സോ അല്ലെങ്കിൽ ഒരു ഫാൻസി ഷോപ്പ് നമ്മുടെ വൈഫിന് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് നമുക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം അതിനനുസരിച്ച് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവർ കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് പിന്നെ അവരുടെ ബർത്ത്ഡേ സമയത്താണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും അത് ഭയങ്കര സന്തോഷകരമാകുന്ന ഒരു സമയം തന്നെയായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അല്ലെ. ഈ ക്വാളിറ്റി ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള ഒരു സമയം തന്നെയാണ്. പക്ഷെ ഒരു ഫിസിക്കലി ഞാൻ ആ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നതിനുള്ള ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കൂടെ ഉള്ള ഒരു സമയം മാക്സിമം അവരിലേക്ക് കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും അവരുടെ കൂടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പുറത്തേക്ക് പോയി ഒരു വൈകുന്നേരം ഒരു ചായയും കടിയൊക്കെ കഴിച്ചുകൊണ്ട് തിരിച്ചു വരാം. എല്ലാ സമയത്തുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒരു ക്വാളിറ്റി ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഫിസിക്കൽ ടച്ചാണ് അഞ്ചാമതായിട്ട് വരുന്നത്. എന്താണ് ഈ ഫിസിക്കൽ ടച്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഹഗ് ചെയ്യാം, നമ്മൾക്ക് കിസ് ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ ഹാൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ മടിയിൽ കിടന്ന് കൊണ്ട് ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിന്റെ തലയിലൂടെ തലോടാം. ഇതൊക്കെ പുരുഷൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും കൂടെ തന്നെയാണ്.